ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലംകാരുടെ സ്വന്തം കോതമംഗലം ക്ലബ്ബിലാണ്. 1988 തുടങ്ങിയ ഈ ഒരു ക്ലബ്ബ് ഈ അടുത്തിടയ്ക്കൊന്ന് റെനോവേറ്റ് ചെയ്തു. എന്നാൽ റെനോവേറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ സ്വന്തം കോൺസെപ്റ്റ് വുഡ് ആർട്ടിൻ്റെ ഫേർണിച്ചേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഏതൊക്കെ ഫേർണിച്ചേഴ്സാണ്, എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിയാലോ. ക്ലബിൻ്റെ ഒരു ലിവിങ് ഏരിയയിൽ വരുന്ന ബ്യൂട്ടിഫുൾ ഫേർണിച്ചേഴ്സാണിത്. ഇതിൽ തന്നെ ഈ ഒരു വൈറ്റ് കുഷനിൽ വരുന്നൊരു വുഡൻ സോഫ സെറ്റാണിത്. ഇതിൻ്റെ ലെഗ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയ ഒരു ഗ്രാസ് ഹോപ്പറിൻ്റെ ഷേപ്പില്ലേ, അതുപോലെയാണ് ഈ ഒരു സോഫ സെറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ കംഫർട്ടബിളാണ്, ലിവിങ് സ്പേസാണ്, വളരെ കാമായിട്ടിരിക്കാൻ പറ്റും. ഈ ക്ലബ്ബിൽ തന്നെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പ്ലേയിങ് ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഓഫ് കോഴ്സ് ഇവിടെ കാർഡ്സൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരു സ്റ്റൈലിഷ് റൗണ്ട് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിളിന് ചുറ്റും വളരെ ക്യൂട്ടായിട്ടൊരു ചെറിയ ഹാൻഡിലോട് കൂടിയുള്ളൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം. ആൻഡ് ഈ ഒരു സ്റ്റൈലിഷ് സ്പേസിന് വളരെ സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് കോൺസെപ്റ്റിൻ്റെ ഈ ഫർണിച്ചേഴ്സ് വളരെ വലിയൊരു റോള് തന്നെ വഹിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റെസ്റ്റോ ബാറിൻ്റെ കോൺഫറൻസ് റൂമിലാണ്. അത്യാവശ്യം വലിയൊരു മീറ്റിംഗ് തന്നെ കണ്ടക്ട് ചെയ്യാൻ രീതിയിലാണ് ഈ ഒരു കോൺഫറൻസ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസെപ്റ്റിൻ്റെ വുഡൻ ടേബിളാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺഫറൻസ് റൂമിന് ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. കോതമംഗലം ക്ലബിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 2 രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വരുന്നൊരു 4 സീറ്റർ അറേഞ്ച്മെൻ്റ് ആണ്. ഈ ടേബിളിൽ സോളിഡ് വുഡൻ ലെഗ് വിത്ത് മാർബിൾ ടോപ്പ്. ബാക്കി ഏരിയയിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് വുഡൻ ടേബിൾസും ചെയേഴ്സുമാണ്. നമ്മുടെ കോതമംഗലം ക്ലബിൻ്റെ പ്രസിഡന്റ് ഷാജി സാറും അതുപോലെ തന്നെ കമ്മിറ്റി മെമ്പർ ഷാജിൻ സാറും നമ്മളോടൊപ്പമുണ്ട്. സാർ, ഈ ഒരു ക്ലബ്ബ് 1988 തുടങ്ങിയതാണ്. അപ്പം അതിനുശേഷം റീസെൻ്റ്ലി നമ്മളൊന്ന് റെനോവേറ്റ് ചെയ്തു. റെനോവേറ്റ് ചെയ്ത് ഈ ഒരു ക്ലബിലേക്ക് എത്തുന്ന സമയത്താണെങ്കിലും ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കുറേ ഫേർണിച്ചേഴ്സ് ഉണ്ട്. സോ ഫേർണിച്ചേഴ്സിന് വേണ്ടി നിങ്ങൾ അപ്രോച്ച് ചെയ്തത് കോൺസെപ്റ്റ് വുഡ് ആർട്ടിനാണ്. സോ ഇപ്പം ട്രെൻഡിങ്ങിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് കോൺസെപ്റ്റിനെ ആദ്യം തന്നെ അപ്രോച്ച് ചെയ്തത്, എങ്ങനെയുള്ള ഫേർണിച്ചേഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്തത്? അതിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ കോതമംഗലം ക്ലബ്ബ് 1988 സ്ഥാപിതമായൊരു ക്ലബ്ബാണ്. അപ്പോൾ ഞങ്ങൾ ഈ 2 വർഷം മുമ്പ് ഞങ്ങളിതിൻ്റെ നവീകരണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആസൂത്രണം ചെയ്തു. അങ്ങനെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ കുറേ ഫർണിച്ചറുകൾ വേണം. ഫർണിച്ചറുകൾ എവിടെ നിന്ന് തിരഞ്ഞെടുക്കും, ഇതെല്ലാം ഞങ്ങൾക്കൊരു വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ചെന്നു. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ ചെയ്ത ഡിസൈനിൽ തന്നെ ഒരു 2-3 സാമ്പിൾസ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഡിസൈൻ കൊടുത്തു. അതേ സാമ്പിൾസ് തന്നെ ഡിസൈൻ ചെയ്ത് ഞങ്ങൾക്ക് കൊടുക്കുന്നു. ഞങ്ങളുടെ അഭിപ്രായത്തിൽ കൺസെപ്റ്റ് നന്നായിട്ട് ക്വാളിറ്റി അനുസരിച്ചിട്ട് അവരുടെ എല്ലാ രീതിയിലുള്ള ക്വാളിറ്റി അനുസരിച്ച് നല്ല പെർഫെക്ഷനിൽ വരുന്ന ഒരു സ്ഥാപനമാണ് എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ ഇപ്പം വന്നിരിക്കുന്ന ഞങ്ങളുടെ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് ടൂമി ലോയിസാണ്. അതിനപ്പുറം ഇരിക്കുന്നയാൾ നിങ്ങളെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഷാജൻ പേച്ചാട്ട്, ഞങ്ങൾ കമ്മിറ്റി മെമ്പറാണ്. മെറ്റീരിയൽ പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്കത് നേരിട്ട് കാണണമെന്ന് ഞങ്ങൾ പ്രത്യേകം അവരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ ഗോഡൗണിൽ മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടതിന് ശേഷം പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളെ വിളിച്ചു. ഞങ്ങളോടൊപ്പം അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തു, തടിയുടെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലെല്ലാം ഞങ്ങൾക്ക് ഒരു പെർഫെക്ഷൻ ഉണ്ടെന്ന് തോന്നിയതിന് ശേഷമാണ് ഞങ്ങൾ പോളിഷ് ചെയ്യാൻ പറഞ്ഞത്. അതിനകത്ത് എല്ലാവരും ഞങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് അവർ പണിതിട്ടുണ്ടായിരുന്നത്. അതുപോലെ പോളിഷ് ചെയ്ത് നല്ല ഉത്തരവാദിത്തത്തിൽ അവർ കൊണ്ടു തന്നു. അപ്പോൾ ഞങ്ങൾ കൺസെപ്റ്റ് എന്ന സാധനത്തെ ഞങ്ങൾ എല്ലാവരോടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്.